ഒരു പരിപാടി നടക്കൂല. എടാ, കുടുംബം നന്നാക്കണത് വന്ന് കയറുന്ന പെണ്ണുങ്ങളെ വിളിക്കാണ്. എടാ, ഓള സ്വർണം അതിൻ്റെയും കൂടി മുതലാണ്. അതിന് ഓള സമ്മതോ ഓള പെരക്കാര സമ്മതോ ചോദിക്കണ്ട. എടാ, ആണായ കുറച്ച് തൻ്റെ ഇടൊക്കെ വേണം. ഇനി ഓളെ മുന്നിൽ പോയി നാളെ എന്നെ കിട്ടൂല. വേറെ എന്തെങ്കിലും വഴിണ്ട് നോക്കട്ടെ. നോക്കുന്നു, ഈ കാലം വരണ്ടായിട്ടില്ലല്ലോ. മാനം കെട്ടാൽ ഓള മുമ്പിലല്ലടാ മാനം കെട്ടുണ്ട്. ഇന്നാ ഒന്നുകൂടി ചോദിച്ചോക്കല്ലേ. ചെന്ന് ചോദിക്കടാ, ഓളിപ്പോ സ്വർണം കെട്ടിയങ്ങട്ടേലും പോകുന്നുണ്ടോ? അല്ല, ഒന്ന് നിന്നാ. അനക്ക് ഞാൻ പറഞ്ഞ കാര്യത്തിൽ തീരുമാനമില്ല. സ്വർണ്ണാണെങ്കിൽ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, അത് നാശാക്കി കളയാൻ പറ്റൂല. അല്ല, നമുക്ക് രണ്ട് കുട്ടികളും കൂടി വളർന്നു വരുന്നുണ്ട്. ആ വല്ല വിചാരം ഉണ്ടോ നിങ്ങക്ക്? കണ്ടില്ലേ ഓള അഹങ്കാരം. അല്ല, ഓ എന്നെ കെട്ടിക്കൊണ്ടുവന്നതല്ലേ, ഇജ്ജ് ഓനെ കെട്ടിക്കൊണ്ടുവന്നല്ലോ. പിന്നെന്താ കോൻ പറഞ്ഞു കേട്ടാല്? അവൾക്ക് എന്റെ കാര്യത്തിൽ താല്പര്യമില്ല. അയന്നെ എല്ലാ പെണ്ണുങ്ങളും എങ്ങനെ ആണുങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യല. ഇതിന്റെ കാര്യത്തിൽ നമുക്ക് താല്പര്യമില്ല. സമാധാനായി എന്റെ കുട്ടി ഇടങ്ങാറായി പോയപ്പോ. അല്ല ഷിജിയെ, ആരാതത്? കുഞ്ഞുമുത്താത്തേ, ഓന് പണിയൊന്നും ശരിയായിട്ടില്ലേടി ഇതുവരെ ഏറ്റവും. എത്ര ദിവസമായി ഓൻ പെരയിൽ ഇങ്ങനെ ഇരിക്കണ ഇവിടെ. ഇപ്പത്തെ ചെറുപ്പക്കാരൊന്നും ഇങ്ങനെ നിക്കലില്ല. 1-2 ആഴ്ചയായില്ലേ ഇവിടുന്ന് ഇങ്ങനെ വർത്താനം കേൾക്കണുണ്ടല്ലോ. എന്ത് കാട്ടാനാ കുഞ്ഞുമുത്താത്ത, എന്ത് തുടങ്ങണമെന്നുണ്ടെങ്കിലും പൈസ വേണ്ടേ മുന്നില്. ഇപ്പത്തെ ഞങ്ങളെ അവസ്ഥ നിങ്ങൾക്ക് അറിയൂലേ. ചെലവന്നെ എങ്ങനെയൊക്കെയാ കഴിഞ്ഞു പോവുകയാണ്. അതിനിപ്പോ ഇത്ര ജടങ്ങാറാകൊന്നും വേണ്ട ഷിജിയെ. എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ കഴിയണത്. നമുക്ക് കുറച്ച് സാമർത്ഥ്യം ഉണ്ടായാൽ മതി, എല്ലാ കാര്യവും വിജയിക്കും. കേട്ടടി കേട്ടോ, ഇവരുള്ളവര് പറയുന്നു കേട്ടോ. ആൾക്കാരെ ഇതല്ല അതിന്റെ അപ്പുറം പറയും. ശരി ടാത്ത. കാണണം. ഈ ചെക്കനെ കാണാല നേരത്രയായിക്കോട്ട് ഒന്നും തിന്നിട്ടില്ല കുട്ടിയുടെ. ഇവിടെയുള്ളൊക്കെ അതിന് വെള്ളം കൂട്ടുണ്ടോ?
ഹലോ, ഹലോ, നിങ്ങളെവിടെയാ? ഞാൻ അവിടെ ഉണ്ട്. നിങ്ങൾ വരുന്നില്ലേ? ആ വരാ. അമ്മ, എന്താ അമ്മ ഞാൻ ഈ സ്വർണം തരാൻ വന്നതാ. ഇതുവരെ ഞാൻ ഈ സ്വർണം തരാവുന്നത് എനിക്ക് വാശി ഉണ്ടായിട്ടൊന്നല്ല, സ്വന്തമായിട്ട് അധ്വാനിച്ചൊരു ജോലി ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഇതമ്മ വാങ്ങിക്കോളേ. അല്ല, അന്റെ മേലുള്ള സ്വർണ്ണൊക്കെ എവിടെ? അത് ഞാൻ അമ്മേനെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെന്തോ തുടങ്ങണമെന്ന് പറഞ്ഞില്ലേ, ആ കാര്യം നടക്കട്ടെ. എന്നാ എന്റെ സ്വർണം. അതെന്താ? ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ അപ്പത്തെ ബുദ്ധിമുട്ടുകൊണ്ട് എന്തൊക്കെയാ പറഞ്ഞതാ. എനിക്കുള്ള ജോലി ഞാൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്.